നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ജീമൂതവാഹനൻ്റെ കഥ പറയാനാണ് പോണത് കേട്ടോ. നിങ്ങൾ ജീമൂതവാഹനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹിമാലയ സാനുക്കളിൽ കാഞ്ചനപുരം എന്നു പേരുള്ള ഒരു നഗരം ഉണ്ടായിരുന്നു. കാഞ്ചനപുരത്തെ രാജാവായിരുന്നു ജീമൂതകേതു. ജീമൂതകേതുവിൻ്റെ മകനാണ് ജീമൂതവാഹനൻ. അപ്പോൾ ജീമൂതകേതു കൽപ്പവൃക്ഷത്തോട് പ്രാർത്ഥിച്ചിട്ടാണത്രേ ഇത്ര നല്ലൊരു മകനുണ്ടായത് എന്നാണ് പറയണത്. അപ്പോൾ ജീമൂതകേതു കൽപ്പവൃക്ഷത്തെ പ്രാർത്ഥിച്ചു. അപ്പോൾ മകനുണ്ടായി, മകൻ വലുതായി. അവനിങ്ങനെ തന്നെ എല്ലാവരും സഹായിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു. വലുതായി. അപ്പോൾ ജീമൂതവാഹനൻ വലുതായപ്പോൾ കൽപ്പവൃക്ഷത്തെ പ്രാർത്ഥിച്ചു. കൽപ്പവൃക്ഷം ചോദിച്ചു, എന്താ നിനക്ക് വരമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ജീമൂതവാഹനൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ എല്ലാവരും സുഖമായിട്ടിരിക്കണം, ആർക്കും ദുഃഖം ഉണ്ടാവരുത്, സമ്പത്ത് ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ നാട്ടിലെ എല്ലാവരും സമൃദ്ധന്മാരും സന്തോഷവാന്മാരും ഒക്കെ ആയി തീർന്നു എന്നാണ് പറയണത്. കുറേ നാളുകൾക്ക് ശേഷം ജീമൂതവാഹനനും ജീമൂതകേതുവും കൂടിയിട്ട് ഇങ്ങനെ നടന്ന് മലയ പർവ്വതത്തിലെത്തി. ഈ മലയ പർവ്വതം എന്ന് പറഞ്ഞത് കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നിട്ട് തെക്കോട്ട് വന്നിട്ടാണ്. മലയ പർവ്വതത്തിലെ അവിടുത്തെ രാജാവായിരുന്ന വിശ്വാവസു അദ്ദേഹവുമായി പരിചയപ്പെട്ടു. വിശ്വാവസുവിൻ്റെ മകളായ മലയവതിയെ ജീമൂതവാഹനൻ വിവാഹം ചെയ്തു. അങ്ങനെ മലയവതിയുടെ കൊട്ടാരത്തിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇവരിങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ നടക്കാനായിട്ട് പോകും. കുറേ സ്ഥലങ്ങളൊക്കെ കാണാനും ആൾക്കാരെ കാണാനും ഒക്കെ ഇങ്ങനെ പോകും. ആൾക്കാരുടെ ക്ഷേമം അന്വേഷിച്ചൊക്കെ പോകും. ഒരു ദിവസം ജീമൂതവാഹനൻ ഭാര്യാസഹോദരനായിട്ടുള്ള മിത്രാവസുവും കൂടിയിട്ട് കടലിൻ്റെ ഭാഗത്തേക്ക് കാണാനായിട്ട് പോവാണ്, കടൽ കാണാനായിട്ട്. അപ്പം മിത്രാവസുവും ജീമൂതവാഹനനും കടലൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മലയുടെ ഭാഗത്തേക്ക് നീങ്ങി വന്നു. മലയുടെ ഭാഗത്ത് നീങ്ങി വന്നപ്പോൾ അവിടെ വലിയ ഒരു വെളുത്ത ഒരു പർവ്വതം കണ്ടു. വെളുത്ത പർവ്വതം വെച്ചാൽ മഞ്ഞുമല പോലത്തെ ഒരു പർവ്വതം കണ്ടു. ഇത് കണ്ടപ്പോൾ ജീമൂതവാഹനൻ പറഞ്ഞു, അയ്യോ നോക്കൂ മിത്രാവസു, ഹിമാലയ പർവ്വതമല്ലേ ഈ കാണുന്നത് എന്ന്. അപ്പം മിത്രാവസു പറയും, അയ്യോ കുമാര, അത് ഹിമാലയ പർവ്വതമല്ല, ഇത് നാഗങ്ങളുടെ അസ്ഥിസംഘാതമാണ്, അസ്ഥിക്കൂട്ടമാണ്. ജീമൂതവാഹനന് അത്ഭുതം. നാഗങ്ങളുടെ അസ്ഥിക്കൂട്ടോ? എന്തിനാണ് ഇങ്ങനെ സംഘാതമൃത്യുകളായത്? കൂട്ടമരണപ്പെട്ടത് എന്തിനാണ് ഈ നാഗങ്ങളൊക്കെ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൂട്ടമരണപ്പെട്ടതല്ല, അതിലൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ട് കഥ മാറുകയാണ് കേട്ടോ. കശ്യപ മഹർഷി കേട്ടിട്ടുണ്ടാവും. കശ്യപന് 2 ഭാര്യമാരുണ്ടായിരുന്നു, വിനത എന്നും കദ്രു എന്നും പേരായിട്ട്. എന്താ പേര്? വിനത, കദ്രു. അപ്പോൾ ഈ 2 ഭാര്യമാരും നല്ല പതിഭക്തിയുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ സംപ്രീതനായ ഭർത്താവ് കശ്യപൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമുള്ള വരം തരാൻ പോവുക, സന്താനഭാഗ്യം തരാൻ പോണത്, ഇഷ്ടസന്തതികളെ വരിച്ചുകൊള്ളൂ, നിങ്ങൾക്കൊക്കെ എത്ര മക്കൾ വേണം എന്നൊക്കെ പറയും. അപ്പോൾ കദ്രു പറയും, എനിക്ക് 1000 മക്കൾ വേണമെന്ന്. വിനത പറയും, എനിക്ക് 2 മകൻ മതി, 2 പുത്രന്മാർ മതിയെന്ന്. എന്തായാലും 2 ആളുടെയും ഇഷ്ടപ്രകാരം കശ്യപ മഹർഷി അവർക്ക് 2 പേർക്കും കുറച്ച് അണ്ടങ്ങൾ കൊടുക്കും. അണ്ടം എന്ന് വെച്ചാൽ മുട്ടകൾ കൊടുക്കും. വിനതയ്ക്ക് 2 എണ്ണവും കദ്രുവിന് 1000 എണ്ണം കൊടുക്കും. നിങ്ങളിതിനെ സംരക്ഷിച്ചു കൊള്ളൂ, സമയമാകുമ്പോൾ ഇവ വിരിഞ്ഞ് നിങ്ങൾക്കുള്ള മക്കൾ ഉണ്ടാകും എന്ന് അനുഗ്രഹിച്ചിട്ട് കശ്യപൻ അവിടുന്ന് പോകും. 2 പേരും സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെ കാത്ത് സംരക്ഷിച്ച് അങ്ങനെ ഇരുന്ന് നോക്കും, ആയോ നോക്കും, വിരിഞ്ഞോന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കദ്രുവിൻ്റെ എല്ലാ മുട്ടകളും വിരിഞ്ഞു. 1000 മുട്ടകളും വിരിഞ്ഞപ്പോൾ എല്ലാത്തിൽ നിന്നും സുന്ദരന്മാരായ നാഗങ്ങളാണത്രേ ഉണ്ടായത്. നല്ല കറുപ്പ് നിറമുള്ള നാഗങ്ങളങ്ങനെ നടന്നെല്ലാം അവിടുത്തെ ഇങ്ങനെ യാത്ര തുടങ്ങി. ഇത് കണ്ടപ്പോൾ കദ്രുവിന് സന്തോഷമായി. എനിക്ക് 1000 മക്കളെ കിട്ടിയില്ലേ എന്ന് സന്തോഷമായി. വിനതയ്ക്ക് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല, എനിക്ക് കിട്ടിയ മുട്ടകളൊന്നും ആയിട്ടില്ല.
കദ്രുവിൻ്റെ മക്കൾ ഇങ്ങനെ ഓടി ഓടി നടക്കണ കാണുമ്പോൾ വിനതയ്ക്ക് കൊതിയാവും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ വിനതയും കദ്രുവും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പന്തയം വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഇന്ദ്രൻ്റെ കുതിരയുടെ നിറം എന്താ? നമുക്കറിയാലോ ഇന്ദ്രൻ്റെ കുതിര ആരാ? ഉച്ചൈശ്രവസ്. പാലാഴി കടഞ്ഞപ്പോൾ കിട്ടിയതാണല്ലോ ഉച്ചൈശ്രവസിനും ഐരാവതത്തെയൊക്കെ. ഉച്ചൈശ്രവസിൻ്റെ നിറം നല്ല വെളുപ്പ് നിറമാണ്, വെള്ളക്കുതിരയാണ്. പക്ഷേ കദ്രു പറഞ്ഞു അതിൻ്റെ വാല് കറുത്തതാണെന്ന്. അപ്പോൾ വിനത പറഞ്ഞു അല്ലല്ല, വാലും വെളുത്ത് തന്നെയാണ്, കറുത്തതൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കദ്രു പറഞ്ഞു അല്ല, ഉച്ചൈശ്രവസിൻ്റെ ശരീരം മാത്രമേ വെളുത്തിട്ടുള്ളൂ, വാല് കറുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ അവരൊരു ബെറ്റ് വെച്ചു, ഒരു പന്തയം വെച്ചു. ഉച്ചൈശ്രവസിൻ്റെ വാല് കറുത്തതാണ് എങ്കിൽ വിനത കദ്രുവിൻ്റെ ദാസിയായിരിക്കാം. അല്ല, മറിച്ച് ഉച്ചൈശ്രവസിൻ്റെ വാല് വെളുത്തതാണ് എങ്കിൽ കദ്രു വിനതയുടെ ദാസിയായിരിക്കാം എന്നാണ് കണ്ടീഷൻ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കദ്രു ഉച്ചൈശ്രവസിനെ നോക്കാൻ പോയി. അപ്പോൾ ഉച്ചൈശ്രവസിൻ്റെ വാല് വെളുത്തതായിരുന്നു. അപ്പോൾ കദ്രുവിന് ആകെ പേടിയായി. അയ്യോ, അബദ്ധം പറ്റിയില്ലേ, ഇനി ഞാൻ ദാസിയായിരിക്കണ്ടേ വിനതയ്ക്ക്? മക്കളോട് പറയും, മക്കളെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റി, നിങ്ങളെന്നെ രക്ഷിക്കണം എന്ന് പറയും. അപ്പോൾ എന്താ, ഞാൻ പറഞ്ഞു ഉച്ചൈശ്രവസിൻ്റെ വാല് കറുത്തതാണെന്ന്, പക്ഷേ വെളുത്തത് തന്നെയാണ്, ഇനി ഞാൻ വിനതയമ്മയ്ക്ക് ദാസിയായിരിക്കണ്ടേ? അപ്പം മക്കൾ പറയും, അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ സൂത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ പാമ്പുകളും, കറുത്ത പാമ്പുകളല്ലേ, എല്ലാവരും പോയിട്ട് ഉച്ചൈശ്രവസിൻ്റെ വാലുമേ ഇങ്ങനെ തൂങ്ങി കിടക്കും, കടിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഉച്ചൈശ്രവസിൻ്റെ വാലൊക്കെ കറുത്ത പോലെ തോന്നും. എന്നിട്ട് കദ്രു വിനതയെ വിളിച്ചിട്ട് പറയും, നോക്ക് കണ്ടോ, കണ്ടോ ഉച്ചൈശ്രവസ് പോണത്, ഉച്ചൈശ്രവസിൻ്റെ വാല് കണ്ടില്ലേ കറുത്തിരിക്കണത് എന്ന് പറയും. അപ്പോൾ വിനത നോക്കുമ്പോൾ ശരി തന്നെയാണ്, ഓ കറുത്താണല്ലോ. അപ്പോൾ പറയും നീ എൻ്റെ ദാസിയാവ് എന്ന് പറഞ്ഞ് അന്ന് മുതൽ വിനത കദ്രുവിൻ്റെ ദാസിയായി. അവൾ പറഞ്ഞതൊക്കെ കേൾക്കണം, അവളുടെ കുട്ടികളെയൊക്കെ നോക്കണം, അവൾക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം, ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയായി വിനതയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ വിനത വിചാരിക്കും, എൻ്റെ ഈ മുട്ടകൾ ഒന്ന് പൊട്ടിയെങ്കിൽ, ഒരു കുഞ്ഞുണ്ടായെങ്കിൽ എനിക്ക് എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ വിനത ഒരു മുട്ട പതുക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരും. അതിതേജസ്വിയായ ഒരു കുട്ടിയാണ്, അരുണവർണ്ണത്തോടു കൂടിയ. അരുണവർണ്ണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സൂര്യ ഉദിച്ച് വരുമ്പോൾ ഒരു ചുമപ്പ് നിറല്ലേ, അതേ കളറാണ് ഈ കുട്ടിക്ക്. അത്രയും ഭംഗിയുള്ള കുട്ടിയാണ്, നല്ലൊരു പ്രകാശമാണ് കുട്ടിക്ക് തന്നെ. അപ്പോൾ ഈ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ അരുണൻ എന്ന് പേര് വന്നു കേട്ടോ. ഈ കുട്ടി ശരീരം തല മുതൽ അരക്കെട്ട് വരെയാണ് വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, പൂർണ്ണ വളർച്ചയായി ഉണ്ടായില്ല. അരക്കേന്ന് കീഴ്പോട്ട് കുട്ടിക്ക് വളർച്ച എത്തിയിട്ടുണ്ടായില്ല. അവനെ അനൂരു എന്ന് പറയും. അനൂരു എന്ന് വെച്ചാൽ ഊരു ഇല്ലാത്തവൻ. ഊരു എന്ന് വെച്ചാൽ തൊടാന്നർത്ഥം. തുടകളില്ലാത്തവൻ എന്ന് വെച്ചാൽ കാലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല എന്നർത്ഥം. അങ്ങനത്തെ കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിക്ക് സങ്കടമായി, കുട്ടിക്ക് ദേഷ്യമായി, കാലില്ലല്ലോ എന്ന് സങ്കടം, അമ്മയോട് ദേഷ്യം. എന്നെ ഇത്ര വേഗം അമ്മ എന്തിനാ പൊട്ടിച്ചത്, അമ്മ എന്ത് പണിയാണ് ചെയ്തത്, എനിക്ക് ജീവിക്കാൻ എങ്ങനെയാണ്, നടക്കാൻ പറ്റില്ലല്ലോ. ദേഷ്യപ്പെട്ടിട്ട് കുട്ടി നേരെ ആകാശത്തേക്ക് പറന്നു പോയി എന്നാണ് പറയണത്. അങ്ങനെ സൂര്യൻ്റെ തേരാളിയായി ഇത്ര. അതാണ് സൂര്യ ഉദിച്ചു വരുമ്പോൾ ഇത്ര ചുവപ്പ് നിറം കാണുന്നതെന്ന് പറഞ്ഞത്. സൂര്യൻ്റെ വണ്ടി ഓടിപ്പിക്കുന്ന ആളാണ് നമ്മുടെ അരുണൻ. ജീവിതകാലം മുഴുവനും സൂര്യനെ കിഴക്കുന്ന് പടിഞ്ഞാട്ടും പടിഞ്ഞാറുന്ന് കിഴക്കോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന വണ്ടിക്കാരനാണ്. അരുണവർണ്ണത്തോടു കൂടിയ തേരാളിയാണ് അരുണൻ. പക്ഷെ അവൻ പോകുമ്പോൾ അമ്മോട് പറയും, അമ്മ ഒരു കാര്യം ചെയ്യണം, ഇനി ഉള്ള ആ മുട്ടയും കൂടി അമ്മ പൊട്ടിക്കരുത്. ആ കുട്ടി ശരിക്കും പൂർണ്ണ വളർച്ചയെത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഈ ദാസ്യത്തിൽ നിന്ന്, കദ്രുവിൻ്റെ ദാസ്യല്ലേ, അമ്മയുടെ ഈ ദാസ്യത്തിൽ നിന്നും അമ്മയെ മോചിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ പറന്നു പോവുകയാണ്. പിന്നെ ഇവൾ മറ്റേ മുട്ട പൊട്ടിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ കാലം പിന്നെയും കഴിയുമ്പോൾ ആ മുട്ട പൊട്ടും. അപ്പം അതിൽ നിന്നും ഒരു വലിയ ശക്തനായിട്ടുള്ള ഒരു പക്ഷിയാണ് ഉണ്ടാവുന്നത്. ഗരുഡൻ എന്ന് പറയും. ഗരുഡൻ അമ്മയുടെ അടുത്ത് വന്ന് പറയും, ഓ അമ്മേ, അപ്പം അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കദ്രുവിൻ്റെ ദാസിയല്ലേ, കദ്രു പറഞ്ഞത് മാത്രമേ പറ്റുള്ളൂ. ഗരുഡൻ ജനിച്ചിട്ടും അമ്മയ്ക്ക് സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ
അമ്മയുടെ ഈ അസ്വാതന്ത്ര്യം കാണുമ്പോൾ ഗരുഡന് വിഷമാവും. അപ്പം ഗരുഡനോട് പറയും മോനെ, അമ്മയ്ക്ക് ഈ കദ്രുവിൻ്റെ ദാസിയായിട്ട് ഇരിക്കാനാണ് യോഗം. അവരുടെ മക്കൾ കാരണമാണ് ഞാനിങ്ങനെ ഒരു ദാസിയായത്. എന്താ കാരണം എന്നൊക്കെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ പാമ്പുകളോട് ഗരുഡന് ഭയങ്കര ദേഷ്യവും. ശപഥം ചെയ്യും, ഇന്നു മുതൽ ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ പാമ്പുകളെയും കൊന്നു തിന്നുമെന്ന് തീരുമാനിക്കും. അങ്ങനെ എല്ലാ പാമ്പുകളെയും ഗരുഡൻ ആക്രമിച്ച് പിടിച്ച് കൊന്ന് അവൻ്റെ ദേഷ്യം മുഴുവൻ വീട്ടാണ്. എവിടെ പാമ്പിനെ കണ്ടാലും പിന്നെ അവൻ അന്വേഷിച്ച് പാതാളത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എവിടെയൊക്കെ പാമ്പുണ്ടോ അവിടെ മുഴുവൻ അവരെ നാഗങ്ങളുടെ വംശം മുടിയും എന്നുള്ള ഒരു ഘട്ടത്താറായി. ഇപ്പോൾ നാഗങ്ങളുടെ രാജാവായിട്ടുള്ള വാസുകി വന്നിട്ട് ഗരുഡനോട് പറയും, ഗരുഡ, നീ ഇങ്ങനെ ഞങ്ങളുടെ വംശത്തെ മുടിപ്പിക്കല്ലേ, എല്ലാവരും ഒരുമിച്ച് തിന്നാൽ ഞങ്ങളുടെ വംശം മുടിഞ്ഞു പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് നിനക്ക് ആഹാരമായിട്ട് വരാം. അങ്ങനെ വന്നാൽ നിനക്ക് പ്രയാസം കൂടാണ്ട് ആഹാരം കിട്ടുകയും ചെയ്യും, ഞങ്ങളുടെ വംശം മുടിയുമില്ല. അങ്ങനെ നീ ഒന്ന് സഹായിക്കണം എന്ന് പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് വാസുകിയുടെ രാജാവല്ലേ, നാഗരാജാവല്ലേ, വാസുകിയുടെ നിർദ്ദേശം അനുസരിച്ച് ഗരുഡൻ അത് സമ്മതിക്കും. അങ്ങനെ ഗരുഡൻ ദിവസവും ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ മലയപർവ്വതത്തിൻ്റെ ഈ നമ്മൾ നിൽക്കണ ഈ സ്ഥലം. ഈ പറഞ്ഞു കൊടുക്കണത് ആരാന്നറിയില്ലോ, മിത്രാവസ് പറഞ്ഞു കൊടുക്കണ കഥയാണ് കേട്ടോ. ഈ നിൽക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെയാണ് പാമ്പുകൾ വന്ന് കിടക്കേണ്ടത്. ഒരു കണ്ടീഷൻ, എങ്ങനെയാണ് പാമ്പ് തിരിച്ചറിയുന്നത്, മരിക്കാനുള്ള പാമ്പാണെങ്കിൽ തിരിച്ചറിയുക. ഒരു വധ്യശിലയുണ്ട്, അതിൻ്റെ അവിടെ വന്നിട്ട് ഒരു ചുമന്ന പട്ട് പട്ടുകൊണ്ട് മൂടി പുതച്ച് അവിടെ വന്ന് കിടക്കണം ആ പാമ്പ്. അപ്പോൾ ഗരുഡൻ വന്ന് അതിനെ കൊത്തിയെടുത്ത് കൊണ്ടുപോയിട്ട് ആ മലയുടെ അവിടെ വെച്ച് തിന്നും. അങ്ങനെ ദിവസം തോറും തിന്നിട്ടുള്ള പാമ്പുകളുടെ അസ്ഥിയാണ് കൂടി വന്ന് ഈ മലയുടെ പോലെ കിടക്കണേന്ന് ജീമൂതവാഹനനോട് മിത്രാവസു പറഞ്ഞു കൊടുക്കും. അപ്പം ജീമൂതവാഹനം വിചാരിക്കും, ഈശ്വര, പണ്ടെങ്ങാണ്ട് ഒരു ചെറിയ തെറ്റ് കദ്രു ചെയ്തേന് ഈ നാഗങ്ങളുടെ വംശം മുഴുവനും മുടിയല്ലേ, കഷ്ടല്ലേ, നാഗങ്ങളെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ പാടില്ലല്ലോ. അല്ല, ജീമൂതവാഹനം ആരെയും കൊല്ലാനത് ഇഷ്ടമില്ലല്ലോ. അപ്പം ജീമൂതവാഹനം എങ്ങനെയെങ്കിലും ഈ പാമ്പുകളെ രക്ഷിക്കണമെന്ന് വിചാരിക്കും. അങ്ങനെ ഈ കഥ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കൊട്ടാരത്തിൽ നിന്ന് ഒരു ഭൃത്യൻ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇവിടേക്ക് വന്നിട്ട് പറയാണ്, രാജകുമാര ജീമൂതവാഹന, കൊട്ടാരത്തിലെ ഒരു പൂജാകർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു, ഇന്നു മുതൽ 7 ദിവസത്തേക്ക് ഈ ചുവന്ന പട്ടുവസ്ത്രങ്ങൾ മലയവതിയും ജീമൂതവാഹനനും ധരിക്കണം എന്ന്. 7 ദിവസം ധരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്കുള്ള ജീമൂതവാഹനുള്ള വസ്ത്രം കൊണ്ടുവന്നതാണ്, അങ്ങ് ഇത് ധരിക്കണം ഇന്നു മുതൽ 7 ദിവസത്തേക്ക്. മാത്രമല്ല മിത്രാവസുവിനോട് ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് ചെല്ലാനായിട്ട് രാജാവ് പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ജീമൂതവാഹനം പറയും, ഓ ഞാൻ ധരിച്ചോളാം, മിത്രാവസു പോയിക്കോളൂ, അച്ഛൻ പറഞ്ഞേച്ചേക്കല്ലേ, വേഗം പോയിക്കോളൂ എന്ന് പറഞ്ഞ് മിത്രാവസുവിനെ പറഞ്ഞേക്കും. അപ്പം മിത്രാവസു പറയും, കുമാര, നീ അധികം നേരം ഇവിടെ നിൽക്കരുത്, ഇനി രാത്രിയാവുകയാണ്, കാടാണ്, അതുകൊണ്ട് എത്രയും വേഗം വന്നോളൂ. അപ്പോൾ പറയും, കുഴപ്പമില്ല, ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ ഇങ്ങനെ നടന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് മിത്രാവസു പോകുന്നു. ഭൃത്യനും പോകുന്നു. ജീമൂതവാഹനൻ വീണ്ടും ഇങ്ങനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ നിന്നും ഒരു ദീനരോദനം കേൾക്കുകയാണ്. അവിടെ പുറത്തുനിന്ന് നോക്കൂ, എന്താ കരച്ചിൽ കേൾക്കണേ, ആർക്കോ വിഷമമുണ്ടല്ലോ, എനിക്ക് ഇന്നേക്ക് സഹായിക്കാനുള്ള ആളായെന്ന് തോന്നുന്നു, ആർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അവിടെ ചെന്നിങ്ങനെ നോക്കുകയാണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരമ്മയും ഒരു മകനും മാത്രമേ ഉള്ളൂ. ആ അമ്മയാണ് കരയണത്. അവിടെ ചെന്ന് കാരണം അന്വേഷിക്കുമ്പോൾ അമ്മ കരഞ്ഞ് ജീമൂതവാഹനെ കെട്ടിപ്പിടിക്കും. ജീമൂതവാഹന എന്നല്ല പറയണത്, അല്ലയോ ഗരുഡ, എന്നെ ഭക്ഷിച്ചോളൂ എന്നാണ് പറയണത്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയുക, ഗരുഡൻ ഇന്നേ എൻ്റെ മോനെ ആണ് ഗരുഡന് ആഹാരമായിട്ട് കൊടുത്തയക്കേണ്ടത് എന്ന്. അമ്മയുടെ മകൻ്റെ പേര് ശംഖചൂടൻ എന്നാണ്. ആകെ ഒരു മകനേ ഉള്ളൂ. അന്ന് ഗരുഡനെ ഭക്ഷിക്കേണ്ട ഇരയാണ് ഈ കുട്ടി ശംഖചൂടൻ. അവൻ്റെ പേര് ശംഖചൂടൻ എന്നാണ്. അവൻ്റെ അമ്മയാണ് ഈ കരയണത്. അപ്പോൾ ജീമൂതവാഹനം പറയും, അമ്മ പേടിക്കണ്ട, അമ്മയുടെ മകന് പകരം ഞാൻ പോയിക്കോളാം എന്ന് പറയും. ആകെ ഒരു മോനല്ലേ ഉള്ളൂ, എൻ്റെ മോനെ അങ്ങനെയെങ്കിലും രക്ഷിക്കുമല്ലോ എന്നൊക്കെ നമ്മുടെ അമ്മ വിചാരിക്കും. പക്ഷേ ശംഖചൂടൻ സമ്മതിക്കില്ല.
എൻ്റെ ഡ്യൂട്ടിയാണ് ഇന്ന് ഗരുഡന് ആഹാരമാവുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരം ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുന്നതിന് പകരം മറ്റൊരാളുടെ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഞാൻ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുലത്തിനെ, വംശത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ കുലത്തിന് ഞാൻ അങ്ങനെ ഒരു ചീത്തപ്പേര് വരുത്തില്ല, ഞാൻ സമ്മതിക്കില്ല, അങ്ങ് പോയിക്കോളൂ, ഞാൻ തന്നെയാണ് പോണത് എന്ന് ജീമൂതവാഹന് മനസ്സിലാവും. ഇനി ഇവരുടെ അടുത്തൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ജീമൂതവാഹൻ അവിടുന്ന് പോകും. അങ്ങനെ പോയപ്പോൾ അവന് പക്ഷേ ഒരു ഐഡിയ തോന്നും. ഇന്നിപ്പോൾ എനിക്ക് ഈ ഒരു പട്ടുവസ്ത്രം, ഭൃത്യൻ കൊണ്ടുവന്ന ഈ പട്ടുവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ പട്ടുവസ്ത്രം, അത് ചുമന്ന പട്ടുവസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് എനിക്കിന്നൊരു പക്ഷേ നമ്മുടെ ശംഖചൂഡനെ രക്ഷിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ച് വേഗം തന്നെ ജീമൂതവാഹനൻ പോയിട്ട് ആ വധ്യശിലയിൽ പോയിട്ട് ഈ ചുമന്ന പട്ടുവസ്ത്രം കൊണ്ട് മൂടിപ്പൊതച്ച് അവിടെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ഗരുഡൻ വരും. ഗരുഡൻ വന്ന് നോക്കുമ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. സാധാരണ എല്ലാവരും നേരെ വൈകിട്ടാണ് വരിക, കാരണം മരിക്കാൻ ആർക്കും ഇഷ്ടമില്ലല്ലോ. ഇത് നേരത്തെ വന്ന് റെഡിയായി കിടക്കുന്നുണ്ട്. ഉടനെ തന്നെ ഗരുഡൻ വന്ന് അതിനെ അങ്ങനെ കൊത്തിയെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ ഇത് കരയണമെന്ന്, സാധാരണ മരിക്കാൻ കൊണ്ടുപോകുമ്പോൾ കരയില്ലേ, ദീനരോധനം ഉണ്ടാവില്ലേ, കരയണില്ലല്ലോ, ഇതെന്താ കരയാത്ത എന്ന ഗരുഡൻ വിചാരിക്കും. പക്ഷേ കൊത്തിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് ആ മലയപർവ്വതത്തിൻ്റെ ആ അസ്ഥികൾ കിടക്കണില്ലേ, അവിടെ കൊണ്ടുവച്ച് തിന്നാൻ തുടങ്ങും. ഇങ്ങനെ കൊത്തി ഇങ്ങനെ തിന്നാണ്. ഓരോ കൊത്തുമ്പോഴും ഗരുഡൻ വിചാരിക്കും, ഇതെന്താ കരയാത്തത്, സാധാരണ കൊത്തുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ കരയാറുണ്ട്, ഇവൻ കരയണേ ഇല്ല. പക്ഷേ ജീമൂതവാഹൻ ഓരോ കൊത്തുമ്പോഴും അതിൻ്റെ മാംസം എടുത്ത് ഈ ഗരുഡൻ ഭക്ഷിക്കുമ്പോഴും ജീമൂതവാഹൻ അവിടെ കിടന്നിങ്ങനെ വിചാരിക്കും, ഈശ്വര, എൻ്റെ ഈ മാംസം കൊണ്ട് ഗരുഡന് വയറ് നിറയാണ്, എൻ്റെ ഈ മാംസം കൊണ്ട് എനിക്കൊരു ജീവനെയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചുവല്ലോ, അടുത്ത ജന്മത്തിലും എനിക്ക് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണേ എൻ്റെ ഈ പുണ്യം കൊണ്ട് എന്നാണ് പ്രാർത്ഥിക്കുന്നത് ജീമൂതവാഹനൻ. ഗരുഡൻ ജീമൂതവാഹനനെ കൊത്തിയെടുത്ത് കൊണ്ട് പറന്നു പോണ വഴിയിൽ വെച്ചിട്ട് ഇവൻ്റെ കിരീടം താഴേക്ക് വീണു പോയി. അത് വന്ന് വീണത് മലയവതിയുടെ മടിയിലാണത്രേ. മലയവതി ഇവൻ്റെ ഭാര്യയാണല്ലോ. ഭാര്യ നോക്കിയപ്പോൾ ഇതെന്താ കാണുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ കിരീടമാണല്ലോ, എന്തോ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ എൻ്റെ ഭർത്താവിന് എന്ന് വിചാരിച്ച് വീണ്ടും അച്ഛൻ്റെ അടുത്ത് പോകും. അച്ഛനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അച്ഛനും മകളൊക്കെ കൂടിയിട്ട് ഈ വഴി ഇങ്ങനെ നോക്കിയിട്ട് വരികയാണ്, കാട്ടിലേക്ക് വന്ന് ഇവിടെ ഈ സ്പോട്ടിൽ ഗരുഡൻ നാഗത്തെ ഭക്ഷിക്കുന്ന അവിടെ വന്ന് നോക്കുമ്പോൾ നാഗത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗരുഡൻ. ഇവരെ കാണുമ്പോൾ അപ്പോൾ മനസ്സിലാവും ഇത് ശംഖചൂഡനല്ല, ഇത് നാഗമല്ല, ജീമൂതവാഹനാണെന്നൊക്കെ മനസ്സിലാവുമ്പോൾ ഗരുഡന് ആകെ വിഷമം. ഈശ്വര, ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാട്ടോ, ഞാൻ നാഗങ്ങളെ മാത്രമേ കഴിക്കുള്ളൂ, അങ്ങയെ ഞാൻ എന്തുകൊണ്ട് ചെയ്തു, അതല്ലേ അറിയാതിരുന്നത് ഈശ്വര എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിക്കും, താണുകയാണ്, നമസ്കരിക്കും. അപ്പോൾ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയും. അപ്പോൾ പറയുമ്പോൾ ജീമൂതവാഹനം പറയും, നീ ചെയ്ത ഈ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ ഇതുവരെയും കൊന്ന എല്ലാ പാമ്പുകളെയും ജീവിപ്പിക്കണം എന്നാണ്. മാത്രമല്ല ഇനി മേലിൽ പാമ്പുകളെ തിന്നാനും കൊല്ലാനും പാടില്ല എന്നും പറഞ്ഞു. ഗരുഡൻ അവിടെ നിന്ന് പറന്നുപോയി അമൃത് കൊണ്ടുവന്ന് എല്ലാ ഈ അസ്ഥികളിലും ഇങ്ങനെ തളിക്കുമ്പോൾ എല്ലാ പാമ്പുകളും ജീവിക്കും. ജീമൂതവാഹനൻ്റെ ശരീരവും മുറിവൊന്നുമില്ലാത്തതായി തീരുകയും ചെയ്യും. അങ്ങനെ സന്തോഷവാനായിട്ട് ജീമൂതവാഹനൻ മലയവതിയോടും അച്ഛനോടും കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് പോകും. ശംഖചൂഡൻ അമ്മയോടൊപ്പം വീട്ടിലേക്ക് പോകും. ഗരുഡൻ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നു പോകും. ഇതാണ് ജീമൂതവാഹനൻ്റെ കഥ. ജീമൂതവാഹനപ്പോൾ സ്വന്തം ജീവനെ തന്നെയാണ് ശംഖചൂഡന് വേണ്ടിയിട്ട് അർപ്പിച്ചത്. മരിക്കുന്നറിയാലോ. എന്നിട്ടും ഇതുപോലെ തന്നെ മറ്റേ കഥകളും. ദധീജി തൻ്റെ അസ്ഥികളാണ് ദാനം ചെയ്തത്. ശിബി തൻ്റെ മാംസമാണ് ദാനം ചെയ്തത്. കർണൻ തൻ്റെ കവചകുണ്ടലങ്ങളാണ് ദാനം ചെയ്തത്. ഇപ്പോൾ ജീമൂതവാഹനൻ ജീവനാണ് ദാനം ചെയ്തത്. മഹാന്മാർക്ക് എന്താ നൽകാൻ പാടില്ലാത്തത് എന്നാണ് ശിബിയുടെ കഥയും കർണൻ്റെ കഥയും ദധീജിയുടെ കഥയും മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, വീഡിയോൻ്റെ അടിയിലുള്ള ഹെഡിങ് ഉണ്ടല്ലോ, നമ്മൾ ഹെഡിങ് കൊടുക്കില്ല ഒരു വീഡിയോയ്ക്ക്, ആദ്യം ഒന്ന് അറ്റത്ത് കുത്തി മോർന്ന് ഇതിൻ്റെ അവിടെ ഒന്ന് കുത്തിയാൽ
കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം. അവിടെ ഒരു ചെറിയ ആരോ മാർക്ക് എന്ന് വെച്ചാൽ പ്ലേ ബട്ടൺ, നമ്മൾ ഓൺ ചെയ്യില്ലേ, വീഡിയോ ഓൺ ചെയ്യുന്ന ബട്ടണില്ലേ, അത് കാണാം. അതിന്മേൽ കുത്തിയാൽ അവരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന മറ്റ് വീഡിയോസ് കാണാൻ സാധിക്കും, ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കേ.